അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ലഡു ഉണ്ടാക്കുന്നത് കടലമാവും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ ഉള്ളവർക്ക് ഫുഡ് കളറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും നമുക്ക് നിർബന്ധമില്ല, കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് ഓപ്ഷണലാണ്, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും കെട്ടാതെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മളപ്പം തുടക്കത്തിൽ തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്, അപ്പോൾ ചിലപ്പോൾ ലൂസായിപ്പോവും. നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെയ്യിലായിരിക്കും ഏറ്റവും നല്ലത് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് എണ്ണ പരുവമായോ എന്ന് നോക്കിയതാണ്. അതിനുശേഷം ഇത്തിരി കുഴിയുള്ളത് നമ്മുടെ തവി കിട്ടും. ആ തവി കൂടെ നമ്മളിങ്ങനെ ഈ മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ എണ്ണയിലേക്ക്, അപ്പോഴേ അത് ബൂന്തി നല്ലതുപോലെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പൾസ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ അതെല്ലാം തയ്യാറാക്കി അത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തു. അപ്പോൾ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഒരു പഞ്ചസാര ലൈനി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള വെള്ളവും ചേർത്ത് അതൊന്ന് പരുവമായി വരുമ്പം നമ്മൾ ഈ മിക്സിയിൽ പൾസ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ബൂന്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മളത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മധുരമൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നെയ്യിൽ വറുത്ത് എടുത്ത് ഇടാവുന്നതാണ്. അതും ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ വലിപ്പം അനുസരിച്ച് നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെന്ന് പറയുവാണെങ്കിൽ കടയിലൊന്നും പോയി വാങ്ങിക്കാതെ ഇത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിവിടെ ലഡു തയ്യാറാക്കിയെടുക്കാം.